ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും യു ഓൺ മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ കാണുന്ന മാതിരിയുള്ള ആനിമേഷൻ ഇമേജസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ തത്സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് കാണാൻ കഴിയുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് നമുക്കിവിടെ ടൂൾസും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാം നമ്മളിതുപോലെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അവസാനം വരുന്ന നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് അത് അലൗ ചെയ്ത് കൊടുക്കുക. അലൗ ചെയ്തതിന് ശേഷം മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ഓപ്പണായി വരുന്ന ഈ വിൻഡോയിൽ നമുക്ക് പുതിയതായിട്ടൊരു ഇമേജ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂ മെമ്മറി എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ കാണുന്ന ഇമേജാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഇതുപോലെയാണ് കാണാൻ കഴിയുക. അപ്പോൾ താഴെ ഒരുപാട് ടൂൾസുകൾ കാണാൻ കഴിയും. അതിൽ മോഷൻ ടൂൾ എന്ന് പറയുന്ന ടൂളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മൂവ് ആവേണ്ട ആനിമേഷൻ ആവേണ്ട ഭാഗം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വിടുകയാണ്. പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുക. ഇതുപോലെ ആരോസുകൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുക. അതിനുശേഷം സീക്വൻസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുകയാണ്. സീക്വൻസ് എന്ന് പറയുന്ന ടൂൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല, എങ്കിലും ടൂൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതിനുശേഷമുള്ള ടൂളെന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ടൂളാണ്. സ്റ്റെബിലൈസേഷൻ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കടലും ആകാശവുമായിട്ടുള്ള ആ ഭാഗം സെൻറ്ററായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാസ്കിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റില്ലായി നിൽക്കേണ്ട ഭാഗം ഏതാണോ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടൂളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന ഈ പൈപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കടലിൻ്റെ മുകളിലൂടെ പറക്കുന്നതല്ല, സ്റ്റില്ലായി നിൽക്കുന്ന പറവകളെ നമ്മൾ വെള്ളം ആനിമേഷൻ ആക്കുന്ന സമയത്ത് പറവകൾ സ്റ്റില്ലായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെയും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് 3 പറവകളുണ്ട്. അതിൽ ഒരു പറവയെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരെണ്ണമുണ്ട്, അതും മാർക്ക് ചെയ്യുകയാണ്. ഇനി മുകളിലായിട്ട് ഒരെണ്ണം ഇതിനെ മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ 3 പറവകളെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് നേരത്തെ സീക്വൻസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരുന്ന ഭാഗവും മൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പേരെഴുതിയിരിക്കുന്ന ഭാഗം മൂവ് ആവുന്നതായിട്ട് കാണാം. അത് നമുക്ക് സെലക്ട് ടൂൾ ഉപയോഗിച്ച് അത് ആ ആരോസുകളെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സെലക്ട് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ടൂൾ പ്രസ് ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏതാണോ നമുക്ക് ആവശ്യമില്ലാത്തത് അതിനെ നമ്മൾ ഡിലീറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ആനിമേഷൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എക്സ്പോർട്ട് വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് ഓപ്പണായി വരും. അതിൽ നമുക്ക് ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കുന്നതിനും സ്ലോ ആക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുവരെ സുഹൃത്തുക്കളാരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ തത്സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സേവായ വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് അത് കാണിക്കാം. ഇപ്പോൾ ഗാലറിയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ ആനിമേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
വീണ്ടും പുതിയ അറിവുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. നന്ദി.